ഇൻസ്റ്റാ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് ഫോട്ടോസ് എടുക്കാറുണ്ട്. നമ്മളെടുത്ത ഫോട്ടോസ് നല്ല പെർഫെക്ഷൻ ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ പോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളർ ഇൻക്രീസ് ചെയ്യാൻ, ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത ഫോട്ടോസ് പെർഫെക്റ്റ് ചെയ്യാനായി, നമ്മുടെ എടുത്ത ഫോട്ടോസിൽ ഇംപെർഫെക്ഷൻസ് എല്ലാം പെർഫെക്റ്റ് ചെയ്യാനായി നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഏത് ഫിൽറ്റർ യൂസ് ചെയ്താലും നമുക്ക് തോന്നും നമ്മുടെ ഫോണിലാണ് പ്രോബ്ലം എന്ന് തോന്നിപ്പോകും, ഫോൺ ചേഞ്ച് ചെയ്താലിൻ്റെ പോലെ തോന്നിപ്പോകും. സോ ഇന്നത്തെ പ്രൊഡക്റ്റ് അതിനുള്ള ഒരു സൊല്യൂഷനാണ്. കംപ്ലീറ്റ് സൊല്യൂഷൻ ആണോ എന്നുള്ളത് അത് നിങ്ങൾ ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്സ് എന്ന് പറയുന്നത് ഈ വീഡിയോയിലുണ്ട്. സോ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു മേക്കപ്പ് പ്രൊഡക്റ്റാണ്. ആൻഡ് ഇത് ഗേൾസിന് മാത്രം സ്യൂട്ടബിൾ ആണോ എന്ന് ഒരിക്കലുമില്ല. ആൻഡ് ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസിനും ബോയ്സിന് ഏത് പ്രായക്കാർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോ 18 എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരു 18 ഏജിൽ നമ്മുടെ ഫേസിൽ ഒരിക്കലും നമ്മുടെ പോർസ് ലാർജ് ആവില്ല, ഒരുപാട് ഓപ്പൺ ആവില്ല, അതുപോലെ ഫൈൻ ലൈൻസും റിങ്കിൾസ് ഒരിക്കലും വരില്ല. ബട്ട് 18+ കഴിഞ്ഞ ശേഷം നിങ്ങൾ മേക്കപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ ബേസിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മേക്കപ്പിൻ്റെ മുമ്പും ഉപയോഗിക്കുക, മേക്കപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പോലും യൂസ് ചെയ്യുക. സോ അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രൊഡക്റ്റ് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. സോ ഇതാണ് റെനി ബോളിവുഡ് ഫിൽറ്റർ ഇൻസ്റ്റന്റ് ഫൈൻ ലൈൻ റിഡക്ഷൻ ഫിൽറ്റർ ഫിനിഷ് സ്മൂത്ത് സ്കിന്നുള്ള ഒരു പ്രൊഡക്റ്റാണിത്. സോ ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹായ്, ദിസ് ഈസ് അസീന ഹുസൈൻ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. സോ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ പ്രൊഡക്റ്റ് എന്ത്, എങ്ങനെ, എപ്പോൾ, എവിടെ, എത്ര, മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. സോ ഈ പ്രൊഡക്റ്റ് എന്താണ്? ഈ പ്രൊഡക്റ്റ് ഒരു പ്രൈമറാണ്. പ്രൈമർ എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പിൻ്റെ ബേസായി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ബോയ്സ് ഞങ്ങൾ മേക്കപ്പ് ചെയ്യാറില്ല, ഞങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാറില്ല, സോ ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ്ഫുൾ? സോ അതും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വരുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് പ്രൈമറി യൂസ് ചെയ്യുന്നത്? ഗേൾസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആൻഡ് റെനി ബോളിവുഡ് ഫിൽറ്റർ നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൈമറാണ് എന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. പ്രൈമർ നമ്മുടെ ഫേസിൽ ഫൈൻ ലൈൻസ്, ഓപ്പൺ പോർസ് ആൻഡ് വ്രിങ്കിൾസ് എല്ലാം ക്ലിയർ ചെയ്യാൻ, ഒരു സ്മൂത്ത് ടെക്സ്ചർ നൽകാൻ ഹെൽപ്പ് ചെയ്യും. സോ നമ്മുടെ സ്കിന്നിൽ ആർക്ക് നോക്കിയാലും നമുക്കിവിടെ ഓപ്പൺ പോർസ് ഉണ്ടാവും. സോ നിങ്ങൾ തൈറോയ്ഡ് പ്രോബ്ലം, PCOD പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിരിക്കും ഇതുപോലെ. സോ ഈ പോർസ് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം കവർ ചെയ്തൊരു സ്മൂത്ത് ബേസ് നൽകണം. അതിന് ഈ പ്രൈമർ നമുക്ക് ബെസ്റ്റ് ആയിരിക്കും. ചിലവർക്ക് സ്മൈലി ലൈൻസ് ഉണ്ടാവും. ഈ സ്മൈലി ലൈൻസ് ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൈമർ മസ്റ്റാണ്. ചിലവർക്ക് ഇവിടെ ഫൈൻ ലൈൻസ് ഉണ്ടാവും. ഇതെല്ലാം ഏജ് ആയിട്ട് വരുന്നതല്ല, ചില ജെനറ്റിക് പ്രോബ്ലംസും കൊണ്ട് വരുന്ന പ്രോബ്ലംസും കൂടിയാണ്. ഫൈൻ ലൈൻസ് ഉണ്ടാവും, അത് ക്ലിയർ ചെയ്യാൻ. ചിലവർക്ക് ഇവിടെ സാഗിങ് സ്കിന്നായിരിക്കും, വ്രിങ്കിൾസ് ഫീൽ ചെയ്യും, ക്ലിയർ ചെയ്യണമെങ്കിലും കൂടി നമുക്ക് ഈ പ്രൈമർ മസ്റ്റാണ്. സോ പ്രൈമർ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ മേക്കപ്പ് ചെയ്യാണ്, ബട്ട് നമ്മൾ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനായി നമ്മൾ ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനെ എല്ലാം അപ്ലൈ ചെയ്യും. അതെല്ലാം ഒരു ടൈം കഴിഞ്ഞ ശേഷം നമ്മുടെ സ്കിന്ന് സ്വെറ്റിംഗ് ആവുന്ന സ്കിന്നെങ്കിൽ അതെല്ലാം പുറത്തോട്ടേക്ക് വരും. സോ ആ സ്വെറ്റിംഗ് ആൻഡ് നമ്മുടെ മേക്കപ്പ് രണ്ടും മിക്സായി നമ്മുടെ മേക്കപ്പ് മുഴുവൻ സ്പോയിലാവും, കേക്കിയാവും, സ്മഡ്ജാവും. സോ അതും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ നമുക്ക് ലോക്ക് ചെയ്യാൻ നമ്മൾ പ്രൈമർ യൂസ് ചെയ്യാണ്. പ്രൈമർ യൂസ് ചെയ്ത് അതെല്ലാം ലോക്ക് ചെയ്യാണ്. അതുകൊണ്ട് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ടെക്സ്ചർ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ കെമിക്കൽസ് അടങ്ങിയ നമുക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ എങ്ങനെ എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം. സോ ആദ്യം നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ പാക്കേജിങ് ബോക്സ്. ഫസ്റ്റ് തന്നെ പറയാനുള്ളത് 15 ഗ്രാം പ്രൊഡക്റ്റിന് 450 റുപ്പീസാണ്. സോ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രൊഡക്റ്റ് നിങ്ങൾ 1000 റുപ്പീസ് ആയാലും നിങ്ങൾക്ക് ധൈര്യത്തിൽ വാങ്ങും, അത്രയും ബെസ്റ്റ് ആൻഡ് യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. സോ ഇതാണ് ഇതിൻ്റെ പാക്കേജിങ് വലുതാണ്, ബട്ട് ഉള്ളിലെ ബോക്സ് പ്രൊഡക്റ്റ് വളരെ സ്മോളാണ്. ഒരുപാട് വീഡിയോയിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഇത്രയും കഴിഞ്ഞു. പാക്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്
കേസ് നമ്മുടെ കയ്യിൽ പാക്കേജിംഗ് ബോക്സ് പോയാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഇവിടെ ഈ പ്രൊഡക്റ്റിൻ്റെ എക്സ്പയറി പ്രൈസ് മാനുഫാക്ചറിങ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെ ഈ പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, നമുക്ക് ഏത് പ്രൈമർ ആയാലും നമുക്കത് അപ്ലൈ ചെയ്യാൻ നമ്മുടെ ഫിംഗേഴ്സ് മാത്രം മതി. ബ്യൂട്ടി ബ്ലെൻഡറോ ബ്രഷോ ഒന്നും ആവശ്യമില്ല. നെക്സ്റ്റ് എപ്പോഴാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത്? സോ ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, ഈ പ്രൊഡക്റ്റ് ഒരിക്കലും നമ്മുടെ ഫേസിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യരുത്. ഈ പ്രൊഡക്റ്റ് ഇതിന് ബോളിവുഡ് ഫിൽറ്റർ പ്രൈമർ, ഏത് പ്രൈമർ ആയാലും ശരി, നമ്മൾ CTM പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ക്ലെൻസ് ചെയ്തിരിക്കണം, ടോണർ അപ്ലൈ ചെയ്തിരിക്കണം, മോയ്സ്ചറൈസർ, സിറം, നമ്മൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. അതിന് ശേഷം മാത്രമേ നമ്മൾ പ്രൈമർ യൂസ് ചെയ്യാവൂ. പ്രൈമർ എന്ന് പറയുന്നത് മേക്കപ്പിൻ്റെ ബേസാണ്. സോ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റായി പ്രൈമർ അപ്ലൈ ചെയ്ത ശേഷം മാത്രമേ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവൂ. ഇത് ഫസ്റ്റ് മെത്തേഡാണ്. സോ സെക്കൻഡ് മെത്തേഡ്, നിങ്ങൾ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, ഫൗണ്ടേഷൻ, BB ക്രീം, കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ബട്ട് നിങ്ങളുടെ ഫേസിൽ ഓപ്പൺ പോർസ് ഉണ്ട്, നിങ്ങൾക്ക് സ്മൈലി ലൈൻസ് ഉണ്ട്, നിങ്ങളുടെ ഫേസിൽ ഇംപെർഫെക്ഷൻസ് കൂടുതലാണ്, ഫൈൻ ലൈൻസ് ഉണ്ട്, റിങ്കിൾസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതിന് നിങ്ങൾക്ക് ബെസ്റ്റ് സൊല്യൂഷൻ ഈ പ്രൊഡക്റ്റ് തന്നെയാണ്. ഇനി ബോളിവുഡ് ഫിൽറ്റർ പ്രൈമർ മാത്രമല്ല, ഏത് പ്രൈമർ ആയാലും ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. സൺസ്ക്രീൻ മസ്റ്റാണല്ലോ നമ്മൾ പുറത്തേക്ക് പോകണമെങ്കിൽ. സോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് പ്രൈമർ യൂസ് ചെയ്യാം. പ്രൈമർ യൂസ് ചെയ്ത ശേഷം മസ്റ്റേ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് അതെല്ലാം നല്ലപോലെ സെറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത മോയ്സ്ചറൈസർ ആയാലും സൺസ്ക്രീൻ ആയാലും നമ്മൾ പുറത്തേക്ക് പോയി കുറച്ച് സമയത്തിന് ശേഷം മെൽറ്റ് ആവുന്ന പ്രൊഡക്ട്സ് എങ്കിൽ അവയെല്ലാം സെറ്റ് ചെയ്യാനും നമുക്ക് ഈ പ്രൈമർ ഹെൽപ്പ് ചെയ്യും. നമുക്ക് എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എത്ര പ്രൊഡക്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്? സോ ഈ പ്രൈമർ എന്ന് പറയുന്നത് നമ്മൾ ഫേസിൽ മുഴുവൻ നമ്മൾ ഫൗണ്ടേഷനോ സിറം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് പോലെ ഫേസിൽ, നെക്കിൽ, നമ്മുടെ ഇയേഴ്സിൻ്റെ അടുത്തൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൈമർ എന്ന് പറയുന്നത് നമുക്ക് ഓപ്പൺ പോർസ് ഇവിടെയാണ് ഉണ്ടാവുക. സോ ഓപ്പൺ പോർസ് നിങ്ങൾക്ക് ഇത് T-സോൺ ഏരിയയിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ നോസിൻ്റെ ഇവിടെ ഓപ്പൺ പോർസിന് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ, നിങ്ങൾക്ക് സ്മൈലി ലെൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് ഇവിടെ. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫൈൻ ലെൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫോർഹെഡിൽ, ആൻഡ് വിങ്കിൾസ് ഉണ്ടെങ്കിൽ, ആൻഡ് അതുപോലെ തന്നെ ഐ മേക്കപ്പിൻ്റെ ബേസ് പെർഫെക്റ്റായി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐലിഡ് ഏരിയയിലോ ആൻഡ് ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ എത്ര പ്രൊഡക്റ്റ്, നമ്മുടെ ഫേസിൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ട്, ഓപ്പൺ പോർസ് ഉണ്ട്, സ്കിന്നിന് നമ്മുടെ ഇംപെർഫെക്ഷൻസ് കൂടുതലാണ്, ഫൈൻ ലൈൻസ് ഉണ്ട്, റിങ്കിൾസ് ഉണ്ട്, സ്മൈലി ലൈൻസ് ഉണ്ട്. സോ ആൻഡ് നമ്മുടെ സ്കിൻ ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നാണ്. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്താലും അതെല്ലാം മെൽറ്റായി പോവും, കേക്കി ആവും, നമ്മുടെ മേക്കപ്പ് സ്മഡ്ജ് ആവും, ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്നില്ല. സോ ഇത്രയും പ്രോബ്ലംസ് ഉണ്ട് വിചാരിച്ച് ഒരുപാട് പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രം മതി. സോ അത് നമുക്ക് ഈ നെക്സ്റ്റ് നോക്കാം. ഫേസ് ക്ലെൻസ് ചെയ്ത് ടോണർ അപ്ലൈ ചെയ്ത ശേഷം വൈറ്റമിൻ C സിറം അപ്ലൈ ചെയ്തിരുന്നു. സോ അത് കംപ്ലീറ്റായി നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയതിനു ശേഷമാണ് ഇവിടെ ഞാൻ റെനി ബോളിവുഡ് ഫിൽറ്റർ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ ചീക്സിൻ്റെ മുകളിൽ നിങ്ങൾ ഇതുപോലെ അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ ഫൈൻ ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫോർഹെഡ് ആൻഡ് സ്മൈലി ലൈൻസ് ഉണ്ടെങ്കിൽ നോസിൻ്റെ 2 സൈഡ്സ് വ്രിങ്കിൾസ് കവർ ചെയ്യാൻ നമ്മുടെ ഐലിഡ് ഏരിയയിൽ അപ്ലൈ ചെയ്യണം. ആൻഡ് അത് മാത്രമല്ല, സ്വെറ്റിംഗ് കാരണം നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് നമ്മുടെ ഫൗണ്ടേഷനായാലും നമ്മുടെ മേക്കപ്പ് ആയാലും മെൽറ്റ് ആവാതെ ലോങ് ലാസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൈമർ നമ്മുടെ ഫേസിൽ ഇതുപോലെ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് ജസ്റ്റ് 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് പ്രൈമർ നല്ല പോലെ സ്പ്രെഡ് ചെയ്യണം. ഒരുപാട് പ്രൈമറിനെ റബ് ചെയ്ത് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കംപ്ലീറ്റായി അബ്സോർബ് ആവാൻ കുറച്ച് ടൈം കൊടുക്കണം. വളരെ പെട്ടെന്ന് അബ്സോർബ് ആവും ആൻഡ് ഡ്രൈ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ കൂടുതൽ ടൈം നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യരുത്. റെനി ബോളിവുഡ് ഫിൽറ്റർ ഇൻസ്റ്റൻറ്റ് ഫൈൻ ലൈൻ റിഡക്ഷൻ ആൻഡ് ഫിൽറ്റർ ഫിനിഷ് സ്മൂത്ത് സ്കിൻ പ്രൊഡക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്കിൻ ലുക്ക് ടെക്സ്ചർ നൽകാൻ ഹെൽപ്പ് ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്സ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്കിന്നിൽ ഇംപെർഫെക്ഷൻസ് എല്ലാം വളരെ ക്ലിയറായി ഹൈഡ് ചെയ്യും. ആൻഡ് ഇത് നമുക്ക് ഒരു നോൺ സ്റ്റിക്കി ടെക്സ്ചർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല, ബട്ടർ സ്മൂത്ത് ടെക്സ്ചർ ആയിട്ടുള്ള പ്രൊഡക്റ്റും കൂടിയാണ്. ഈ പ്രൈമർ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ്റെ മുമ്പ് നമ്മുടെ മേക്കപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും പ്രൈമറിനാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ അത് ഏത് ടൈപ്പ് മേക്കപ്പ് ആയാലും നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് പ്രൈമർ മസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ സ്കിൻ കെയർ റുട്ടീൻ മാത്രം ഫോളോ ചെയ്യുന്ന
ബട്ട് നിങ്ങൾ സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിലുള്ള ലിറ്റിൽ ബിറ്റ് ഈ ഓപ്പൺ പോർസ്, സ്മൈലി ലൈൻസ്, അതുപോലെ ഇംപെർഫെക്ഷൻസ് ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് പ്രൈമർ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം യൂസ് ചെയ്താൽ മതി. ലാസ്റ്റ്ലി പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്, ചില ഡെർമ പ്രൊഡക്ട്സ് ആൻഡ് സർജറീസ് മാത്രമാണ് പെർമനൻ്റ്ലി നമ്മുടെ ഫേസിൽ ഓപ്പൺ പോർസ്, സ്മൈലി ലൈൻസ്, വ്രിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ഇംപെർഫെക്ഷൻസ് മിനിമൈസ് ചെയ്യും. ബട്ട് റെനി ബോളിവുഡ് ഫിൽറ്റർ പ്രൈമർ നമ്മുടെ ഫേസിലുള്ള ഈ ഫൈൻ ലൈൻസ്, ഓപ്പൺ പോർസ്, വ്രിങ്കിൾസ്, ഇംപെർഫെക്ഷൻസ് കംപ്ലീറ്റ് ആയി ഹൈഡ് ചെയ്യും. ബട്ട് ടെമ്പററിലി മാത്രമാണ്. ആൻഡ് ഈ പ്രൊഡക്റ്റ് 15 ഗ്രാം പ്രൊഡക്റ്റിന് 450 റുപ്പീസാണ്. സോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ 15 ഗ്രാം പ്രൊഡക്റ്റിന് 1000 റുപ്പീസ് ആയാലും നിങ്ങൾക്ക് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം. കാരണം 1 hour 2 hour എടുത്ത് വളരെ പെർഫെക്റ്റ് ആയി ഓരോ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. ബട്ട് അതെല്ലാം ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് നമ്മൾ AC റൂമിൽ നിന്ന് പുറത്ത് പോകുമ്പോഴേക്ക് നമ്മുടെ മേക്കപ്പ് എല്ലാം ഓയിലി ആയി, സ്മഡ്ജായി, കേക്കി ആയി, ആൻഡ് നമ്മൾ എന്തിനാ മേക്കപ്പ് ചെയ്തു എന്ന് തോന്നിപ്പോകും. സോ അതെല്ലാം ക്ലിയർ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മളതിന് സെറ്റ് ചെയ്യണം, ബ്ലോക്ക് ചെയ്യണം. അതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റാണ് പ്രൈമറിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റാണ് റെനി ബോളിവുഡ് ഫിൽറ്റർ ഇൻസ്റ്റൻറ്റ് ഫൈൻ ലൈൻ റിഡക്ഷൻ ആൻഡ് ഫിൽറ്റർ ഫിനിഷ് സ്മൂത്ത് സ്കിൻ ആണ്. സോ അത് ചെയ്തിട്ടുള്ള ഈ മേക്കപ്പ് ലുക്കാണ്. ഇപ്പോൾ ഞാനിത് ചെയ്ത് ആൻഡ് അതിൻ്റെ ഇടയിൽ മെമ്മറി കാർഡ് ഫുള്ളായി, അത് ക്ലിയർ ചെയ്തു, ബാറ്ററി കഴിഞ്ഞു, അത് ക്ലിയർ ചെയ്തു, ആൻഡ് ടീ ടൈം ആയിരുന്നു, അതും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇത്രയും ടൈമായി കഴിഞ്ഞു. ഇപ്പോൾ ഈ റൂമിൽ ഒന്നുമില്ല, മീൻസ് ഫാനൊന്നുമില്ല. വീഡിയോ വോയിസ് കൊടുക്കുന്നത് കൊണ്ട് ഫാനിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആവും. സോ ഇത്രയും ടൈമായിട്ട് മേക്കപ്പ് നമ്മുടെ അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ പ്രൊഡക്റ്റ് തന്നെയാണ് കാരണം. സോ ഈ 2024 നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആൻഡ് നിങ്ങളൊരു മേക്കപ്പിൻ്റെ ബിഗിനറാണ്, നിങ്ങൾക്ക് ബെസ്റ്റ് മേക്കപ്പ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബെസ്റ്റ് ഫൗണ്ടേഷൻ, എല്ലാ ബെസ്റ്റ് പ്രൊഡക്ട്സ് തന്നെ നമ്മുടെ സ്കിന്നിന് സ്യൂറ്റബിൾ ആവുന്ന ബെസ്റ്റ് പ്രൊഡക്ട്സ് തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യണം. മേക്കപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത് പ്രൈമറാണ്. ആ പ്രൈമറിന് ഏറ്റവും സ്യൂറ്റബിൾ ആണ് റെനി ബോളിവുഡ് ഫിൽറ്റർ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.